വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വെറൈറ്റി ചാനലുമായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് ഇന്നലെ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഗുഡ് ഡേ വേഴ്സസ് ബാഡ് ഡേ ചാലഞ്ച് ആണ്. അപ്പോൾ അറിയാത്ത പാർട്ട് 2 ആണ് കേട്ടോ ഗൈസ്. സോ അറിയാത്തവർക്ക് വേണ്ടി ചാലഞ്ച് എങ്ങനെയാണെന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ രണ്ടുപേരും ഡേയേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ നല്ലതായിരിക്കും ചെയ്തതായിരിക്കും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് എനിക്കും അറിയില്ല. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത് എനിക്കും അറിയില്ല. ഞാൻ എന്താ എഴുതുന്നത് നമുക്കും അറിയില്ല. ഒരു ഗുഡ് ഡേ ഉണ്ടാവും, ബാഡ് ഡേ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് ഡേ വേഴ്സസ് ബാഡ് ഡേ ചാലഞ്ച് ഉണ്ടാവും. നമുക്ക് ഇതേമാതിരി ഇവിടെ കുറച്ച് ലോട്ട്സ് വരുന്നുണ്ട്. ഇതിൽ +1 -1 എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഈ +1 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? +1 കിട്ടിയിട്ട് നമുക്ക് ഒരു ഡേ നമ്മൾ പാർട്ട് 1 വന്നിട്ട് എന്താ പറയുക ലോക്സ് എടുത്തിട്ടില്ല ഗൈസ്. അത് വെച്ചതിന്റെ ഇതാണ് ലാസ്റ്റ് പാർട്ട്. അങ്ങനെ പറയാം. ലൈറ്റിന് ചെറിയ പ്രശ്നം നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മളെ അമ്മയുടെ വീട്ടിലാണ് ഗൈസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും ഗൈസ്. പക്ഷെ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറയുമ്പോൾ 5 ഡെയർ എഴുതിയിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ 3 ഡെയർ ചെയ്തിട്ടുണ്ടായി. ഇന്നിപ്പോൾ 2 ഡെയറാണ്, ബാക്കി 2 ഡെയേഴ്സ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് 4 ഡെയേഴ്സ്. ഇന്നലെയാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത്. നമ്മൾ കുക്കുവെള്ളം കളിക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല. ചലഞ്ച് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ആ പറഞ്ഞല്ലോ ഗുഡ് ഡേയ്സും ബാഡ് ഡേയ്സും എഴുതിയിട്ടുണ്ടാവുള്ളൂ. എന്താ എഴുതുന്നത് എനിക്കും അറിയില്ല, ഞാൻ എഴുതുന്നത് ഇവർക്കും അറിയില്ല. അപ്പൊ ഇതേ പറഞ്ഞിട്ട് അതേമാതിരി മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ നമ്മൾ ഈ ലോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലോട്ട് എടുക്കണം എന്ന് എഴുതിയാൽ എനിക്കാണ് എടുക്കാൻ പറ്റും. ഞാൻ ലോട്ട് എടുക്കണം എന്ന് കരുതിയ ഇവക്കാണ് എടുക്കാൻ പറ്റുക. എന്താ വെച്ചാൽ അപ്പൊ ലോട്ട് എടുക്കണമെന്ന് നമുക്ക് വേണമെങ്കിൽ ഡെയറിൽ എഴുതിയിട്ട് നമ്മൾ 5 ഡേയ്സ് എഴുതിയിട്ടുണ്ട്. 4 ഡേയ്സ് എഴുതാം. ലാസ്റ്റ് നമ്മൾ ലോട്ട് എടുക്കണം എന്ന് എഴുതാം. ടേക്ക് ദി ലോട്ട് എന്ന് എടുക്കണം എന്ന് എഴുതാം. അത് നിർബന്ധമൊന്നുമില്ല. എന്തൊരു കുഴപ്പമുണ്ട്. നമുക്ക് ലീവ് ചെയ്യാം. ലൈറ്റിന്റെ ചെറിയ പ്രശ്നം കാരണം നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ടായി. ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാണ് കേട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ ഗായ്സ്. സോ നമ്മുടെ ചലഞ്ച് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി കരുതുന്നു. പിന്നെ ഞങ്ങൾ ട്വിന്നിങ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇരിക്കാം. ഒരു ഹെയർ സ്റ്റൈലും ആണ് അങ്ങനെ വെറുതെ കെട്ടിയതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇന്നലത്തെ വീഡിയോയിൽ ചെറുതായിട്ട് അവളില്ലാത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചലഞ്ച് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ട് വീഡിയോയിലേക്ക് പോകും. ഫസ്റ്റ് റൗണ്ട് അല്ല, അതാണ് പാർട്ട്. ഇന്നലെ ലാസ്റ്റ് ആരാ പറഞ്ഞേ? ഇന്നലെയോ? അതിന് നമുക്ക് വീട്ടിലോട്ടിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സോ ഗായ്സ്, അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ആരാണ് ഇടേണ്ടതെന്ന് കരുതി നമുക്ക് ലോക്ക് ഇടാം. അപ്പൊ ഇതിന് നമ്മൾ 2 പേരായിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അതൊന്നും എടുക്കാം. ഓക്കെ, ഇപ്രാവശ്യം നീ കുലുക്കിയിട, ഞാൻ എടുക്കാം. നീയാ കണ്ണാട്ട് എടുത്തത്? അല്ല, ഞാൻ കുലുക്കിയിട്ടതേ ഉള്ളൂ. നീ എടുത്തത്. ഓ സോറി, എനിക്ക് ഓർമ്മയില്ല. കുലുക്കിയിട്ടാ എന്തോ കളത്തിൽ കാട്ടുണ്ടാവുള്ളൂ. എന്താ ഒന്നുമില്ല, അവളെ കിട്ടിയത് കിട്ടിയ എന്തായാലും ഇന്നലെ നിന്റെ പേരാ കിട്ടിയത്. അല്ല, നിന്നെ കിട്ടിയത്. അപ്പൊ എന്നിട്ട് ഞാനല്ല ഫസ്റ്റ് ചെയ്തത്. എനിക്ക് ശരി ഒന്നും ഞാൻ എടുക്കണ്ടത് എടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുന്നില്ല. ഫസ്റ്റ് എനിക്ക് കാണിച്ചു തരാം. ഗായ്സ്, ഇവളുടെ പേരാണ്. ഇവളുടെ പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീറ്റിങ്ങും ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെയും കാട്ടിയതാണ്. ഇനിയിപ്പോൾ ഇന്നത്തേക്ക് വേറെ ലോട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടാണ് ഞാൻ കാട്ടിത്തരുന്നത്. ഓക്കെ, അപ്പൊ ഇവളുടെ പേരാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഐശ്വര്യമുള്ള പേരായി ഗൈസ്. ഓക്കെ ഗൈസ്, മറന്നു പോയാ നീ എന്നെ ഗെയിം. ശരി, അപ്പൊ പേപ്പർ. സോ ഗൈസ്, തേർഡ് ഡയറായിട്ട്
ഫോർത്ത് ഡേ ഞാൻ വായിക്കാൻ പോവാണ്. ഗുഡ് ഡേ ആണ്, ബാഡ് ഡേ മുട്ടൻ പണി വരുന്ന ഡെയറാണ്. ഓക്കെ അയ്യോ ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഡെയറിനാണ് വായിക്കാൻ പോവാണ്. ഇവിടെ ഉണ്ടാവൂടാവും എനിക്കറിയില്ല ഗൈസ്. അപ്പം ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഞാൻ ആ ഒരു ഒബ്ജക്റ്റ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാണ്ട്, നമ്മൾ ഈ എൻട്രൻസ് ക്ലീനിങ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അല്ലാണ്ട് പോലെ ചീപ്പിക്കാണ്ടിരിക്കുന്ന പക്ഷെ തീരെ കുപ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അല്ല ഗൈസ്, സങ്കടമായി പോയി. കുപ്പ എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ അങ്ങനെ ഇലക്കൊരു വീണ് എടുക്കൂലേ, അതിനാണ് കുപ്പ എന്ന് പറയാറ്. നിങ്ങളുടെ അവിടെ എന്താ പറയാറ് കമന്റ് ചെയ്യുക ഗൈസ്. അല്ല ഒരു മിനിറ്റ്. അപ്പം ഗൈസ് അത് ഇട്ടിട്ടില്ലെന്നാ പറയരുത്. നമ്മൾ ഈ വീഡിയോ എടുക്കേണ്ട കാര്യം നമ്മളിപ്പോൾ അമ്മയുടെ ഫോണിലാണ് എടുക്കുക. അമ്മ ഡ്യൂട്ടി കഴിയുമ്പോൾ രാത്രിയാവും. അപ്പോൾ അത് അതുകൊണ്ട് രാത്രി ആവില്ല, ഒരു വൈകിട്ടൊക്കെ. പിന്നെ നമ്മൾ ചാർജിലൊക്കെ വെക്കും. ചാർജിൽ വെച്ചിട്ട് ഒരു 7 PM അല്ലെങ്കിൽ 7:30 PM നമ്മൾ വീഡിയോ എടുക്കുക. യെസ്, അപ്പോൾ നമ്മൾ ഇന്നലെ 7 PM അപ്പോൾ ഓരോ ദിവസം ഓരോ ഇതിലാണ് എടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഈ രാത്രി പോയിട്ട് അടിച്ചു വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കപ്പോൾ നമ്മൾ ഈവനിങ് ആയിട്ട് അമ്മ വന്നപ്പോൾ നമ്മൾ വേഗം എടുത്തിട്ട് നമ്മൾ ചാർജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് അറിയാം. അപ്പോൾ അവൾ പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി വായിക്കായിരുന്നു. ഓക്കെ ഗൈസ്, ഞാൻ വായിക്കാൻ പോവാണ്. എന്താണ് ഞാൻ വായിക്കുകയാണ്. Eat 1 chili. അത് നടക്കില്ല. അത് കഴിക്കണം. കഴിച്ചു പറ്റുള്ളൂ. ഞാൻ അവിടെ ഇരിക്കും, ഞാൻ എടുത്തിട്ട് വരാം. ഗോയ്സ് ഇത് ഭയങ്കര കാര്യമാണ്. ഭയങ്കര കാര്യമൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട ഡയറാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. എന്നിട്ട് അവൾ ഉപ്പുവെള്ളം തന്നതിന് എത്രയൊന്നുമില്ല ഗൈസ്. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഗൈസ് അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ ഞാനാണ് എടുത്തിട്ട് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയൊരു മുളകാണ്. ഏറ്റവും ചെറിയ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കടിച്ചൊക്കെ എരിവ് ഇത്തിരി എന്താ മതി കഴിക്കും. എനിക്ക് നല്ലൊരു ഇതായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇവിടെ ഇരുന്നോട്ട് ഞാൻ നോക്കുകയാണ് അവൾ നേരെ കഴിക്കണ്ടോ ഇല്ലയെന്നൊക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സൈഡിൽ നോക്കി നേരെ കാണാമല്ലോ. ഇപ്പോൾ ക്യാമറ നോക്കിയിരുന്നത് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഗൈസ് അവൾ കടിച്ചിരിക്കണതാണ്. ഇതാണ് അവൾ കടിച്ചിരിക്കണത്. എരിവൊന്നുമില്ലേ? കുറച്ചല്ലേ കഴിക്കില്ല, അതുകൊണ്ടാവില്ല. ഞാൻ കടിക്കില്ല കേട്ടോ, ഞാൻ കടിക്കില്ല. എനിക്ക് പകുതി കഴിക്കും. എന്നൊക്കെ ഞാൻ പറയാം. ഇവിടം വരെ കഴിക്കണം. ഞാൻ കഴിക്കൂല, അമ്മ. ശരി ശരി, നീ കഴിച്ചിട്ട് ഇത്തിരി കഴിച്ചാൽ മതി. ഞാൻ ഇത്തിരി കഴിച്ചോട്ടെ. കൈ ഏറ്റും ഇപ്പോൾ കൈ നമ്മള് വീട്ടിലുണ്ടായതൊന്നുമില്ല. കഴിച്ചിട്ടുണ്ട്. ഒരിത്തിരി കടിക്കുന്നുണ്ടോ? അത്രക്കില്ല, ചെറുതായിട്ട് ഞാൻ കഴിച്ചു. അപ്പൊ ചെറിയൊരു കയപ്പൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളിങ്ങനെ കണ്ടുവരുന്ന ആരും കാട്ടിയത് ഞങ്ങളുടെ അമ്മയോട് ചീത്ത പറയും ഒക്കെ ചെയ്യും. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗൈസ് നമ്മൾ ഇനി കടിച്ചില്ലെന്ന് പറയുന്നത് നമ്മൾ കടിച്ചിട്ടുണ്ട്. കുറച്ചേ കടിച്ചിട്ടുള്ളൂ, അത്രേ പറ്റുള്ളൂ. ഇല്ല കുറച്ചൊന്നും. അപ്പൊ ഇവൾക്ക് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ആയാൽ എനിക്ക് വഴക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. പച്ചമുളക് പറഞ്ഞാൽ എത്ര എരിവുള്ളതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് അത്ര വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല. വലിയ ആൾക്കാരൊക്കെ ചലഞ്ച് ചെയ്യുന്ന പോലെ. അപ്പോൾ ഗൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ എരിഞ്ഞപ്പോൾ പ്രശ്നമായ പണി കിട്ടും. അത് നമ്മൾ പുള്ളോത്തി കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ പച്ചമുളക് വിണ്ട് ഇങ്ങനെ തിന്നുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാൽ പിന്നെ കറാലോ. ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല. അത്ര കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു കടി ഇവിടുന്ന് കടിച്ചു കേട്ടോ. അത് വേണ്ട, കുറച്ച് കഴിച്ചിട്ടുണ്ട്. ഇത്രയും കടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി കടിച്ചില്ല എന്ന് പറയരുത്.
അപ്പോൾ ഞാൻ ശരിക്കും കടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളങ്ങനെ കള്ളത്തിനും കാട്ടാറില്ല. ഇത്തിരിയും കൂടെ കഴിക്കും. വിശ്വാസവർക്ക് ഫ്രണ്ട് വിളിക്കണം.